ഹലോ ഫ്രണ്ട്സ്, റിയാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ നല്ല ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യണം. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നേരെ വീഡിയോയിട്ട് പോകാം. ഈ ഒരു കവറിലാണ് കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ബോക്സിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് എൻ്റെ ബോക്സാണ് കേട്ടോ. യൂണിക്കോൺ തീമിലുള്ള എൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ബോക്സ് കാണാൻ. കണ്ടോ, ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു യൂണിക്കോണ്, ഇങ്ങനെ ആക്കുമ്പോൾ വേറെ ഒരു യൂണിക്കോണ്. ഇതിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. കണ്ടോ, കാൽക്കുലേറ്റർ ഉണ്ട്. കണ്ടോ, നമുക്കിങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് കേട്ടോ. അപ്പോൾ ഞാൻ മോനോസിൻ്റെ ബോക്സാണ്. ഇതാണ് ഈ മോനോസിൻ്റെ ബോക്സ്. ഇതിൽ ഫുള്ള് സൂപ്പർമാൻസ് ആയിട്ടുള്ളത്. കണ്ടോ, ഇത് മോനോസിൻ്റെ ബോക്സാണ്. ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക, ഇങ്ങനെ വെക്കുമ്പോൾ ഹൾക്ക്. കണ്ടോ, അപ്പോൾ ഇതിലും കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെയും കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പെൻസിൽ അതൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി സ്പേസ് കൂടുതലാണ്, പക്ഷേ ഇവിടെ അത്ര സ്പേസ് ഇല്ല കേട്ടോ. ഇതേപോലെ തന്നെ കേട്ടോ എൻ്റെ ബോക്സും വരുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ ഫ്ലവർ ബോട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫ്ലവർ ബോട്ടിൽ. ഫ്ലവർ ഇല്ലാത്ത കേട്ടോ എനിക്ക് വേണ്ട. അങ്ങനെ അത് ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ കണ്ടോ, ഒരു ഡിസൈനൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലൂ കളറുള്ള ബോയും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഫ്ലവർ ബോട്ടിൽ നമ്മൾ ഡെസ്ക് മേക്കവറൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. ഇതിനെത്രയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ രണ്ട് ബോക്സിനും 100 റുപ്പീസാണ് കേട്ടോ വരുന്നത്. പിന്നെ നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നെയിം സ്ലിപ്പ് എന്തായാലും നമുക്ക് അത്യാവശ്യമുണ്ടല്ലോ. ഫ്ലവേഴ്സിൻ്റെ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 2 ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോർഡ് കേട്ടോ, ഒരു ബോർഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളത്. അടുത്ത ബോർഡ് കണ്ടോ. പിന്നെ റൂമിൽ ഇരുന്നിട്ടാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഈവനിങ് ആണ്. ഒരു 2 മണിക്കായിട്ട് കേസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഈവനിങ് ആവാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ പെന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പെന്നുകൾ ഞാൻ കാണിച്ചത്. പെന്നുകൾ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. പെന്നുകൾ പെന്നുകൾ വേഗം തീരുണ്ട്. അപ്പം ഞാൻ കുറേ പെന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചാൽ പെന്നുകൾ ഞാൻ നിറച്ചും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പെന്നുകൾ തിന്നല്ലേ എനിക്ക്. പക്ഷേ എൻ്റെ പെന്നുകൾ ഞാൻ എടുക്കുകയാണെങ്കിൽ വേഗം വാശി വരും. എനിക്ക് പെന്നുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമല്ലോ. എപ്പോഴും പെന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര ഉള്ളൂ. ഇത്രയും പെന്നുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര ഉണ്ട് ഞാൻ എണ്ണ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 പെന്നുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടോട്ടൽ 16 പെന്നുകളാണുള്ളത്. വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെൻസിൽ, ഒരു മോനോമാറ്റി പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മോനോമാറ്റി പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. പർപ്പിൾ കളറാട്ടോ. ഇവിടെ ഒരു എറേസർ കൂടി ഉണ്ട്. പർപ്പിൾ കളറിലുള്ള ഒരു എറേസർ കൂടി ഉണ്ട്. അപ്പം അത് വാങ്ങിച്ചു. പിന്നെ ഒരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നൂല് ഞാൻ ചുറ്റിയതാട്ടോ കേസ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചുറ്റിയതാണ്. ക്രോഷിൻ്റെ ആ നൂല് വെച്ച് ഞാൻ അങ്ങനെ ചുറ്റിയതാട്ടോ. ഇതൊരു പെൻസിലാണ്. അപ്പോൾ അതിന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാട്ടോ കേസ്. ഇങ്ങനെ ഇഷ്ടമായോ? ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണിത്. പിന്നെ ഷാർപ്പിനറൊക്കെ നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഷാർപ്പിനർ ഞാൻ 3 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഷാർപ്പിനർ ഒന്ന് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. കണ്ടോ, ഇനി ഗ്രീൻ കളറുണ്ട്. അത് തീൻ്റെ മോഡലേക്കാണ്ട്. ഇതും ഗ്രീൻ കളറാട്ടോ. ഇത് വേറെ ഒരു ഷേപ്പ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇതിങ്ങനൊരു പിങ്ക് കളറാട്ടോ. കണ്ടോ, ഇത് നമുക്കിങ്ങനെ തുറന്നാൽ കൊണ്ടിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ അവിടെ രണ്ടിടത്തും. പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഇതിൽ. അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹൈലൈറ്റർ എന്തായാലും മസ്റ്റാണ്. ഇപ്പോൾ 2 ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പിങ്കും യെല്ലോ. ഞാൻ കാണിച്ചത് കേട്ടോ. പിങ്ക് കണ്ടോ, 2 പിങ്ക്. ഈ ഹൈലൈറ്റർ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ. പിന്നെ യെല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. യെല്ലോ കണ്ടോ, യെല്ലോയും പിങ്കും വാങ്ങിച്ചു. ഈ ഹൈലൈറ്ററിൻ്റെ ഗുണം എന്താണെന്ന് പലർക്കും അറിയില്ല. പറയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കൂലേ, ഇപ്പോൾ ബുക്കിലൊക്കെ ഇങ്ങനെ നമുക്ക് മറന്നു പോയിരിക്കും. നമുക്ക് ഭയങ്കര
ടഫായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് എടുത്ത് നമുക്ക് എന്താണ് അതിൽ എഴുതിയിട്ടുണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ യെല്ലോയോ പിങ്കോ എടുക്കുക. ഡാർക്ക് ആയിട്ടുള്ള കളറൊന്നും എടുക്കേണ്ട, ലൈറ്റ് ആയിട്ടുള്ള കളർ. അപ്പോൾ നമുക്കിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് മറന്നു പോകും. നമ്മൾ പെൻസിലായിട്ട് അടയാളിട്ട് വെച്ചാൽ നമ്മൾ എഴുതാനുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് പഠിക്കാനുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ മാർക്കറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. മാർക്കർ CD മാർക്കറല്ല, സാധാ മാർക്കർ. റെഡ് കളറും ബ്ലൂ കളറും ബ്ലാക്ക് കളറും ഞാൻ കാണിച്ചാൽ. ബ്ലാക്ക് കളറും കേട്ടോ ഗൈസ്, ബ്ലൂ കളറും. ബ്ലൂ കളർ പിന്നെ റെഡ് കളർ. ബ്രൗൺ അതിൻ്റെ പോലെ ഉണ്ട് കേട്ടോ, ബ്രൗണിൻ്റെ പോലെ ഉണ്ട്, പക്ഷേ റെഡാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി നോട്ട് എന്തായാലും വേണം കേട്ടോ. സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കി നോട്ടിന് 60 രൂപ കേട്ടോ, കണ്ടോ 60 രൂപയാണ് സ്റ്റിക്കി നോട്ടിന്. പിന്നെ ഇതിന് രണ്ടിനും 30 രൂപ കേട്ടോ, 30 രൂപയാണ് ഇതിന് രണ്ടിനും. പിന്നെ ഇതിന് 5 രൂപ കേട്ടോ, ഒരു ബോർഡിന് 5 രൂപയാണ്. മാർക്കറിന് എത്രയാണ്? ഒരു മാർക്കറിന് 15 രൂപ. പെന്നിന് ടോട്ടൽ എത്രയാണെന്ന് എനിക്കറിയാം. പെന്നിനും പെൻസിലിനും എത്രയാണെന്ന് എനിക്കറിയില്ല. ഷാർപ്പിനറിന് ഇതിന് 2 രൂപ, വേറെ ഒന്നുണ്ടല്ലോ, ഇതിന് 2 രൂപ, ഇതിന് 5 രൂപ കേട്ടോ. പിന്നെ വാങ്ങിച്ചത് സ്കെച്ച് പെന്ന് കേട്ടോ, സ്കെച്ച് പെന്നാണ് വാങ്ങിച്ചത്. എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് സ്കെച്ച് പെന്ന്. ഡ്രോയിങ്ങിനായാലും എന്തിനായാലും നമുക്ക് എന്തായാലും വേണമല്ലോ, എക്സാമിനൊക്കെ ആയാലും നമുക്കിത് വേണമല്ലോ. അപ്പോൾ ഇത് ഞാൻ 12 കളേഴ്സാട്ടോ അതിലുള്ളത്. ഇതിന് 10 രൂപയാണ്, 12 കളേഴ്സാട്ടോ ഇതിനുള്ളത്. ഇതിന് 10 രൂപ കേട്ടോ. പിന്നെ നെട്രാജിൻ്റെ ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. കവറൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നെട്രാജിൻ്റെ ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ, പുതിയ സ്കെയിലാട്ടോ. നെട്രാജിൻ്റെ സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എറൈസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, 5 രൂപേൻ്റെ ഒരു എറൈസർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 5 രൂപേൻ്റെ എറൈസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വേറൊരു എറൈസറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കിൻഡർ ജോയിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു എറൈസർ ആട്ടോ. ഇതേപോലത്തെ ഒരു എറൈസർ കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട്, പക്ഷെ അത് ബ്ലൂ ആട്ടോ, ഇത് പിങ്കാണ്. ഇതിന് 2 രൂപയാണ് ഈ ഒരു എറൈസർ. നല്ല ക്യൂട്ടായിട്ട്. ഇത് മോനൂസിന് വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടതാണ്, ഇപ്പം വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ മോനൂസ് എടുത്തോട്ടെ ഞാൻ വിചാരിച്ചു. പിന്നെ ഒരു സിസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു യെല്ലോ കളറുള്ള സിസർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ വാങ്ങിച്ചു? ഇത് പിന്നെ ഒരു സ്റ്റാർ ആട്ടോ. ഇത് നമ്മളെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് ഒരു സ്റ്റാർ ആട്ടോ. ബാഗിനെ കാണിച്ചിട്ടുണ്ടല്ലോ, ബാഗിനെ കാണിച്ചില്ല. ബാഗ് മോനൂസിൻ്റെ ബാഗിനെ ആദ്യം കാണിച്ചത്. എൻ്റെ ഇതാണ് യെസ് മോനൂസിൻ്റെ ബാഗ്. ഫുൾ യൂണിക്കോണിൻ്റെ ഒരു ഇതാണ് കേട്ടോ യെസ്, യൂണിക്കോണിൻ്റെ ഒരു ഇതാണ്. യൂണിക്കോൺ ഇങ്ങനെ കാണും, ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തല തീരുന്ന കേട്ടോ യൂണിക്കോണൊക്കെ ഇരിക്കുന്നത്, പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ റെഡിക്കാണ്. ഇതാണ് യെസ് മോനൂസിൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂണിക്കോണിൻ്റെ ഒരു തീമാട്ടോ മോനൂസിൻ്റെ ഇത്. അപ്പോൾ ഇതാ യൂണിക്കോണിൻ്റെ ഒരു ബ്ലൂ കളറാട്ടോ, നൈറ്റ് വ്യൂ ഇവിടെ എന്താ ഇപ്പം ഉള്ളൊരു ബാഗാണ്. എനിക്ക് ഭയങ്കര ഷേയ് ബാഗ്. ഇതിനെ ഞാൻ തുറന്ന് കാണിച്ചത് ആദ്യത്തെ ആണോ ഇതിന് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളൊരു അറ കേട്ടോ, ഫസ്റ്റ് തറ. ഇനി രണ്ടാമത്തെ കള്ളി അത്യാവശ്യം നല്ലോണം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, രണ്ടാമത്തെ കള്ളി. അപ്പം ഇത് 2ആയി. 4 കള്ളി കേട്ടോ ഇതിനുള്ള. മൂന്നാമത്തെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫ് ആട്ടോ, ഇത് വാട്ടർ പ്രൂഫാണ് മോനൂസിൻ്റെ ബാഗ് കേട്ടോ. ഇതിൽ വെള്ളം തട്ടിയാൽ ഉള്ളിലേക്ക് അങ്ങനാവില്ല. ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ, കണ്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ, നമുക്ക് ബുക്കൊക്കെ വെക്കാൻ പറ്റിയ സ്പേസ് തന്നെ ഉണ്ട്. അപ്പം 4 കള്ളികളാട്ടോ ഇതിലുള്ളത്. മോനൂസിൻ്റെ 4 കള്ളികളാണുള്ളത്. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള വെക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ ഇതാ ഇവിടെ ഇങ്ങനെയായിട്ട് വെക്കാൻ പറ്റും നമുക്ക്. പിന്നെ എൻ്റെ ബാഗിനെ കാണിച്ചു കേട്ടോ. എൻ്റെ ബാഗ് ഒരു ബ്ലാക്ക് കളറാട്ടോ. മോനൂസിൻ്റെ ഒരു ബ്ലൂവും പർപ്പിളും ആയിട്ടുള്ള ഒരു കളറാണ്. ഇതൊരു ബ്ലാക്ക് കളറാണ്. മോനൂസിൻ്റെ ബാഗിന് എത്രയായിരുന്നു? 600 എത്രയാണ്? 600 ആണോ അതോ 300 ആണോ അറിയില്ല. 600 തന്നെ തോന്നുന്നു. ഇനി എൻ്റെ ബാഗ് ഇതാണ് യെസ് എൻ്റെ ബാഗ്. ഒരു ബ്ലാക്ക് കളർ ബാഗാണ്. ഞാനത് ബ്ലൂ എന്നിട്ട്, പക്ഷെ അത് തീരെ വലുപ്പമില്ല, കുമിരാപ്പിയായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെ ബാഗിന് 1 2 3 4 ഇന്ത്യയിൽ 4 കളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
ഫസ്റ്റത്തെ കളി ഇതാണ്. ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റത്തെ കളി. രണ്ടാമത്തതിന് കാണിച്ചു. ഇവിടെ നമുക്കിങ്ങനെ പെന്നും പെൻസിലും ഇതൊക്കെ ഇട്ടേക്കാൻ പറ്റിയൊരു ഇതില്ല കേട്ടോ അവിടെ. ഇത് രണ്ടാമത്തെ കളി. ഇതേ ഐറ്റം ബാഗ് ആയിരുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത് കേട്ടോ. 6ാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇനി 7ക്കാണ് കേട്ടോ. ഇപ്പം 7ക്കാണ്. മോനൂസ് 1ക്ക് കേട്ടോ. മോനൂസ് 1ാം ക്ലാസ്സിലേക്കും ഞാൻ 7ാം ക്ലാസ്സിലേക്കും വന്നു. ഇത് പിന്നെ അടുത്ത കളി 4ാമത്തെ. ഇവിടെ പിന്നെ നമുക്ക് വേറെ ഒരു കളിയുണ്ട് കേട്ടോ. ബുക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു കളിയുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ഷാർപ്പനും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് എനിക്ക് കാണിച്ചിട്ട് മറന്നു. ഇതൊരു അമ്പിളിമാമൻ്റെ ഒരു ഷേപ്പായിട്ടുള്ള ഷാർപ്പനാട്ടോ. ഇത് ബ്ലൂ കളറിലാട്ടോ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീട്ടുകാരാണെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ഈ വീഡിയോയിൽ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിരിക്കും. ബൈ, സൈനിങ് ഓഫ്.